തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് പകലിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രസംഗ വിഷയം ദൈവത്താൽ പണിയപ്പെടുന്ന മനുഷ്യ ജീവിതം എന്നുള്ളതാണ്. ദൈവം മനുഷ്യനെ പണിതെടുക്കുന്നു. പണി എന്ന പദം 3 പ്രാവശ്യം നമ്മൾ വായിച്ച ഭാഗത്ത് കാണാൻ കഴിയും. ഒന്നാമത്തത് അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്. ഒരിക്കൽ കൂടെ വായിക്കാം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. സ്തോത്രം. പൂർത്തീകരിച്ച ഒരു പണിയായിട്ടാണ് അത് വിവരിക്കുന്നത്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. സ്തോത്രം. പണി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവസഭയുടെ പണി യേശു ക്രിസ്തുവിനെ മൂലക്കല്ലാക്കി നിർത്തിക്കൊണ്ട് ആ അടിസ്ഥാന പണി പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ക്രിസ്തുയേശു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് 1 കൊരിന്ത്യർ ലേഖനം 3:11 വായിക്കുന്നു. അപ്പോൾ അടിസ്ഥാന കല്ല് കർത്താവാണ്. ആ അടിസ്ഥാനത്തിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന കല്ലുകൾ കൂടെ ചേർത്ത് പണിയുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? സഭയുടെ നാഥൻ ക്രിസ്തുവാണ്. ആ സഭയുടെ ഉപദേശങ്ങൾ, അതിൻ്റെ എല്ലാവിധ അടിസ്ഥാനപരമായ ആശയങ്ങളും ഘടനകളും അപ്പോസ്തോലികമായ എഴുത്തുകളിലാണ് നിലനിൽക്കുന്നത്. സ്തോത്രം. സഭ എന്ന പദം പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ 2 ഇടത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് മത്തായി 16:18 സാർവലൗകികമായ സഭയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഒരു പ്രാദേശിക സഭയെക്കുറിച്ചല്ല, ലോകവ്യാപകമായുള്ള കർത്താവിൻ്റെ സഭയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. 18-ാം അധ്യായത്തിൽ, മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു സഭയിലുണ്ടാകുന്ന പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന വിഷയം കർത്താവ് പറഞ്ഞു വരുമ്പോൾ, ഒരുവനൊരു തെറ്റ് ചെയ്താൽ നീ അവനോട് മാത്രമായി ചെന്ന തെറ്റിനെ കുറിച്ച് പറഞ്ഞവനെ ബോധവൽക്കരിച്ച് അവനെ നീതീകരിച്ച് തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ 2 സാക്ഷികളുടെ വാമൊഴി, 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കേണ്ടതിന് സഭയിൽ നിന്ന് 2 പേരെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി അവനോട് സംസാരിച്ച് അവനെ തിരിച്ചു വരുത്തുക. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ പൊതുസഭയോട് അറിയിക്കുക. അവിടെ പൊതുസഭയോട് അറിയിക്കുക എന്ന് പറയുന്നത് ലോകവ്യാപകമായ സഭയോട് അറിയിക്കുക എന്നുള്ളതല്ല, ആ പ്രാദേശിക സഭയോട് അറിയിക്കുക. 2 തിമോത്തിയോസ് 2:19 എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. ഏതാണ് അടിസ്ഥാനം? ക്രിസ്തുയേശു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ, ആരിൽ വിശ്വസിക്കുന്നവൻ? ആ കല്ലായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ജീവിതത്തിൽ പ്രതികൂലങ്ങളൊക്കെ വരാം, പക്ഷേ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. നെഹമ്യാവിന് പ്രതികൂലം വന്നു അല്ലേ? പക്ഷെ നെഹമ്യാവ് പറയുന്ന എന്താണ്? നെഹമ്യാവിൻ്റെ പുസ്തകം 6:11 എന്നെ പോലെ ഒരുവൻ ഓടിപ്പോകുമോ? അല്ലേ? വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുമോ? സ്വതന്ത്രം. ഇതേ വേദഭാഗം പത്രോസിന്റെ ലേഖനത്തിൽ എടുത്തുദ്ധരിച്ച് പറയുമ്പോൾ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്നാണ് വായിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല, അവൻ ഓടിപ്പോകയില്ല. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ. സ്തോത്രം. എന്താണ് മൂലക്കല്ലിന്റെ പ്രത്യേകത? ഹലോ, സ്തോത്രം. ഒരു കോർണർ സ്റ്റോറിന്റെ പ്രത്യേകത
സ്തോത്രം, രണ്ട് വശങ്ങളെ തമ്മിൽ അത് കൂട്ടി ബന്ധിപ്പിക്കുമെന്നുള്ളതാണ്. ഈ പോഡിയത്തിന് ഒരു മൂല, ഈ മൂലയുടെ പ്രത്യേകത എന്നുള്ളത് രണ്ട് വശങ്ങളെ തമ്മിൽ അത് ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എഫേസ്യർ ലേഖനം 2:14 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ആമേൻ, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിൻ്റെ നടുച്ചുവരെ ഇടിച്ചു കളഞ്ഞു. ഏതാണ് ഇരുപക്ഷം? ക്രൂശിൽ യേശു രണ്ട് വശങ്ങളിലേക്ക് കൈനീട്ടി യഹൂദനിലേക്കും യവനനിലേക്കും രണ്ട് കൂട്ടരെയും യേശു ക്രിസ്തുവിൽ ഒരേ പുതു മനുഷ്യനായി സൃഷ്ടിച്ചു. സ്തോത്രം, പ്രൈസ്. അപ്പൊ മൂലക്കല്ല് രണ്ട് ഭാഗങ്ങളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒന്നാക്കി തീർത്തു. ഏത്? യഹൂദനെയും ജാതികളെയും ഒന്നാക്കി തീർത്തു. ഹല്ലേലൂയ. അതാണ് ദൈവസഭ. സഭയിൽ യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ക്രിസ്തുവിനെ പാറയോടാണ് വേദപുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഒരുപാട് ഇടങ്ങളിൽ ക്രിസ്തുവിനെ പാറ എന്ന പദം കൊണ്ട് അർത്ഥമാക്കിയിട്ടുണ്ട്. സുവിശേഷത്തിലെ ഒരു പ്രസക്തമായ ഭാഗം ഞാൻ പറയാം. സ്തോത്രം. ആമേ, തിബരിയാസിൻ്റെ കൈസരിയിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നെക്കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നത്? അവർ നാട്ടിൽ കേട്ട അഭിപ്രായഗതികളെല്ലാം ഒന്നൊന്നായി നിരത്തി. കർത്താവേ, ചിലർ പറയുന്നത് നീ ഏലിയാവാണെന്നാ, വേറെ പറയുന്നത് നീ യെരമ്യാവാണെന്നാ, വേറെ പറയുന്നത് ആ പ്രവാചകനാണെന്നാ, യോഹന്നാൻ സ്നാപകൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണെന്നാ പറയുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളാണ് നിന്നെക്കുറിച്ച് പറയാറുള്ളത്. നാട്ടിൽ കേട്ട അഭിപ്രായങ്ങൾ എല്ലാം അവർ അവതരിപ്പിക്കുകയാണ്. യേശുവിൻ്റെ അടുത്ത ചോദ്യം, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തു തോന്നുന്നു? പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവല്ല, നീ യെരമ്യാവല്ല, യോഹന്നാൻ സ്നാപകൻ മരിച്ചെഴുന്നേറ്റവനല്ല. അതൊക്കെ ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. എനിക്കൊരു വെളിപ്പാട് കിട്ടി. ആ വെളിപ്പാട് ഞാൻ വിളിച്ചു പറയാം. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുവിനോട് പറഞ്ഞു, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്കിത് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല, നിന്റെ അപ്പനായ യോനാചായനല്ല. നിനക്കിത് പറഞ്ഞു തന്നത് നിന്റെ അപ്പനല്ല, എൻ്റെ പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. ജഡരക്തങ്ങൾക്ക് ഈ വെളിപ്പാട് കിട്ടത്തില്ല. ദൈവത്തിന് മാത്രമേ യേശു ക്രിസ്തു ആരാണെന്നുള്ള ശരിയായ വെളിപ്പാട് കൊടുക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് യേശു പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ പത്രോസാകുന്നു. അവിടെ ഒരു പദം വിവരിക്കേണ്ടതായിട്ടുണ്ട്. ഇവനെ കർത്താവ് വിളിച്ച് എന്ന്, വേർതിരിച്ച് എന്ന്. സോദരം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുവിനോട് പറഞ്ഞു, നീ ശീമോനാകുന്നു, നീ കേഫയാകും, നീ പത്രോസാകും, അല്ലേ? ഇപ്പോൾ നീ ആടി ഉലയുന്നവനാ, ഞാങ്ങണയാണ്, ശീമോനാണ്, സ്ഥിരതയില്ലാത്തവനാ. എന്നാൽ നീ പാറയാകും, അല്ലേ? എപ്പോഴായത്? അവൻ യേശു ക്രിസ്തുവിനെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന ശ്രേഷ്ഠകരമായ വെളിപ്പാട് പറഞ്ഞപ്പോൾ, മലയാള ബൈബിളിൽ ഇല്ലാത്തൊരു പദം ഇംഗ്ലീഷ് വേർഷനിലുണ്ട്. Now you are the Peter. ഇപ്പോൾ നീ പത്രോസ് ആകുന്നു. എപ്പോഴാവും പത്രോസായെന്നറിയാമോ? അവൻ ആടി ഉലയുന്നവനായിരുന്നു. എന്നാൽ യേശുവിനെ കർത്താവെന്ന് അവൻ ഏറ്റു പറഞ്ഞപ്പോൾ അവൻ പാറ പോലെ ഉറപ്പുള്ളവനായി മാറി. അടുത്ത ഭാഗം, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പാറ പത്രോസാണെന്നാണ് ആളുകൾ പറയാറുള്ളത്, അല്ലേ? പത്രോസിൻ്റെ മണ്ടയ്ക്കങ്ങാണ്ട് പള്ളി പണിയാൻ പറ്റുമോ? ഹലോ, അല്ല, അക്ഷരീകമായിട്ട് അത് ചിന്തിക്കുന്നെങ്കിൽ ഇവിടുത്തെ ഓരോ പള്ളിയും പണിയാൻ നേരത്ത് പത്രോസിനെ കൊണ്ടുവന്ന് തല്ലിക്കൊന്നിട്ട് പുള്ളിയെ അടിത്തറയിൽ കുഴിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണോ പണിത്? അങ്ങനെയാണെങ്കിൽ എത്ര പത്രോസിനെ കൊല്ലേണ്ടി വരും?
ഹലോ, പത്രോസിന്റെ മണ്ടയ്ക്ക് വള്ളി പണിതിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? പത്രോസ് ഏറ്റുപറഞ്ഞ ആ പാറ പോലെ ഉറപ്പുള്ള ഏറ്റുപറച്ചിലില്ലേ? ഏലിയാവാണോ, യെരമ്യാവാണോ, യോഹന്നാൻ സ്നാപകനാണോ, അതിലൊന്നും ഉറപ്പില്ല. എന്നാൽ ഉറപ്പുള്ളൊരു വെളിപ്പാടവൻ വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ആ ഏറ്റുപറച്ചിലിൻ്റെ മേലാണ്, പാറ പോലെ ഉറപ്പുള്ള ആ ഏറ്റുപറച്ചിലിൻ്റെ മേലാണ് അന്നും ഇന്നും സഭയെ പണിയുന്നത്. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറയണം. ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കണം. അങ്ങനെയായാൽ നീ രക്ഷിക്കപ്പെടും. ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുമ്പോഴാണ്. ആ ഉറപ്പുള്ള പാറകളെ ചേർത്താണ് കർത്താവ് സഭയെ പണിയുന്നത്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതിൻ്റെ രണ്ടാമത്തെ വിശദീകരണം, ആ പാറ എന്ന പദം കർത്താവിനെ കാണിക്കുകയാണ്. സഭയുടെ അടിസ്ഥാനക്കല്ലാരാ? ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കുന്നു. ഇതാ ഞാൻ സിയോനിൽ സ്തോത്രം ശോധന ചെയ്ത ഒരു മൂലക്കല്ലിട്ടിരിക്കുന്നു. ആ കല്ല് കർത്താവായ യേശു ക്രിസ്തുവാണ്. പത്രോസ് കർത്താവിനെ കുറിച്ച് ആ വെളിപ്പാട് പറഞ്ഞില്ലേ? സ്തോത്രം. പക്ഷേ ആ കർത്താവിനെ, ആ പാറയായ ക്രിസ്തുവിനെ മനുഷ്യർ തള്ളിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പത്രോസിൻ്റെ തന്നെ ഒരു വാക്യം നമുക്ക് ആദ്യം വായിച്ചിട്ട് ഈ വിശദീകരണത്തിലേക്ക് വരാം. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണിയപ്പെടുകയാണ്. നിങ്ങളെയും കൂടെ ചേർത്ത് പണിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പറയാതെ വരാം. ഇവിടെ കല്ല് എന്ന പദം 2 പ്രാവശ്യം ഉപയോഗിക്കുകയാണ് പത്രോസ്. ഒന്ന്, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ നിങ്ങൾ വരണം. ഹലോ, അവൻ അചേതനമായ ഒരു വസ്തുവല്ല. നമ്മളിവിടെ കാണുന്ന പോലെയുള്ള അനങ്ങാപ്പാറകളല്ല. അവൻ ജീവനുള്ള കല്ല. എന്താ തെളിവ്? അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിലൂടെ അലഞ്ഞുഴന്ന് നടക്കുമ്പോ 34 സ്ഥലങ്ങളിൽ അവർ മാറി മാറി പാളയമടിച്ചു പാർത്തു എന്ന് സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിൽ പാളയത്തിന്റെ ക്രമങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിൽ അവർ 34 സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചു എന്ന് സ്ഥലങ്ങളുടെ പേര് വിവര പട്ടിക കൊടുത്തിട്ടുണ്ട്. അവർ പോയി പാർത്തടത്തെല്ലാം അവരുടെ പിന്നാലെ ഈ പാറ ചെന്നുകൊണ്ടിരുന്നു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അനുഗമിപ്പാൻ തക്കവണ്ണം കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആ പാറ അവൻ ജീവനുള്ള കല്ലാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആയിത്തീരും. പാറ എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 പദപ്രയോഗങ്ങൾ ഒന്നുകൂടെ പറയാം. പാറ എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 പദങ്ങൾ. ഒന്ന് പെട്രോസ് എന്നാണ്. അതിൽ നിന്നാണ് പത്രോസ് എന്ന വാക്ക് വന്നിരിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം എ സ്മോൾ പീസ് ഓഫ് റോക്ക്, ഒരു പാറ കഷണം. 2 പെട്ര എന്ന വാക്കാണ്. ദ റോക്ക്, പാറ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. 3 ലിത്തോസ് എന്ന വാക്കാണ്. ഇവിടെ നമ്മൾ വായിച്ചില്ലേ, ജീവനുള്ള കല്ല്. സ്തോത്രം. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെയാകും. ഇതെങ്ങനാ സംഭവിക്കുന്നത്? ഹലോ, ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നമുക്കും ജീവൻ കിട്ടുമെന്ന് പറഞ്ഞത് എങ്ങനെയാ സംഭവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ പാറയൊക്കെ നിരത്താൻ എനിക്ക് സ്ഥല സൗകര്യങ്ങൾ പോരാ. എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാട്ട് അതെങ്ങനാ സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാം. പെട്രോസ് ഒരു പാറക്കഷ്ണം, അതിനൊരിക്കലും ജീവനില്ല. ഹലോ,
പെട്രോസിന് ഒരിക്കലും എന്തില്ല? ജീവനില്ല. എന്നാൽ ഈ പെട്രോസ് ജീവനുള്ള കല്ലായ യേശു ക്രിസ്തുവുമായി ഒരു സമ്പർക്കത്തിൽ വരുമ്പോൾ, ഒരു സ്പർശനത്തിൽ വരുമ്പോൾ, ആ പെട്രയുടെ ജീവൻ പെട്രോസിലേക്ക് വ്യാപരിച്ചിട്ട് അത് ലിത്തോസായി രൂപാന്തരപ്പെടും. സ്തോത്രം. പെട്രോസിന് ജീവനില്ല, അതൊരു അചേതന വസ്തുവാണ്. എന്നാൽ ജീവനുള്ള കല്ലായ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ യേശുവിന്റെ ജീവൻ ഈ പെട്രോസിലേക്ക് വ്യാപരിക്കും. വ്യാപരിച്ചു കഴിഞ്ഞാൽ അതിന് രൂപഭേദം വരുന്നു, അതിന് സ്ഥാനവ്യത്യാസം വരുന്നു, അതിന്റെ സ്ഥിതികളെല്ലാം മാറുന്നു. അത് ജീവനുള്ള കല്ലായി രൂപാന്തരപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി തീരും. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തട്ടെ. യേശു ഒരിക്കലേ യേശുവിനെ പുകഴ്ത്തിയവരെ നിരസിക്കാൻ പറഞ്ഞപ്പോ, നിർത്താൻ പറഞ്ഞപ്പോ യേശു പറഞ്ഞില്ലേ, ഇവർ ആർത്ത് വിളിക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. കർത്താവിന് സ്തോത്രം. പത്രോസ് പറഞ്ഞ വേദഭാഗത്തേക്ക് നാം വരികയാണ്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് അവൻ തള്ളപ്പെട്ടവനാണ്. സ്വതന്ത്രം. യേശു ക്രിസ്തു തന്നെ ഈ വചനം ഉദ്ധരിക്കുന്നുണ്ട്. എവിടെ നിന്നാണ്? 118 സങ്കീർത്തനത്തിലാണ് ആ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ആരാ വീട് പണിയുന്നത്? യഹൂദന്മാർ ഒരു വീട് പണിയുകയായിരുന്നു. സ്തോത്രം. രൂത്തിന്റെ പുസ്തകം 4:11 ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ അടുക്കൽ വന്ന സ്ത്രീയെ ദൈവം റാഹേലിനെയും ലേയെയും പോലെ അനുഗ്രഹിക്കട്ടെ, അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിയുന്നത്. ഒരു ഗ്രഹം, ഒരു വീടിന്റെ പണി യഹൂദന്മാർ ചെയ്യുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. 128 സങ്കീർത്തനം 22 വാക്യം. സ്വതന്ത്രം. ആ വാക്യം യേശു എടുത്തുദ്ധരിച്ചിട്ട് പറയുകയാണ്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? സ്വതന്ത്രം. ഇനി ആരാ തള്ളിക്കളഞ്ഞത്? പത്രോസാണ് അതിന്റെ വിശദീകരണം പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 4:11. വീട് പണിയുന്നവരായ നിങ്ങൾ മതി. ഹലോ, സ്തോത്രം. വീട് പണിയുന്നത് ആരാണ്? സങ്കീർത്തനത്തിൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലെന്നേ ഉള്ളൂ. അതേ വേദഭാഗം എടുത്തുദ്ധരിച്ചപ്പോൾ, മത്തായി 21 യേശു എടുത്തുദ്ധരിച്ചപ്പോൾ, സ്തോത്രം, അങ്ങനെ ഒരു വചനമുണ്ട് എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഇതേ വേദഭാഗം പത്രോസ് എടുത്തുദ്ധരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, വീട് പണിയുന്നവരായ നിങ്ങൾ, സ്തോത്രം, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് വീടിന്റെ മൂലക്കല്ലായി തീർന്നവൻ ഇവൻ തന്നെ. 12 വാക്യം, മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. എന്തുകൊണ്ടാണ് യഹൂദന്മാർ യേശുവിനെ കൈക്കൊള്ളാതിരുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ സ്വന്തത്തിലേക്ക് വന്നിട്ട് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്തുകൊണ്ട് യഹൂദൻ യേശുവിനെ സ്വീകരിച്ചില്ല, തിരസ്കരിച്ചു? ചില കാരണങ്ങൾ പറയാം. അവർ നൂറ്റാണ്ടുകളായി ഒരു മശിഹയെ കാത്തിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ കാത്തിരുന്ന മശിഹ ലോകത്തിലേക്ക് വന്നു. മശിഹയ്ക്കുണ്ടായിരിക്കേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയെന്ന് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ എഴുതി വച്ചിരുന്നു. 3 യോഗ്യതകൾ ഞാൻ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, മശിഹ കന്യകയിലൂടെ ജനിക്കണം. യെശയ്യാപ്രവചനം 7:14 നമുക്ക് കാണാൻ അറിയാം, അല്ലേ? കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇതേ വേദഭാഗം പുതിയ നിയമത്തിൽ എടുത്തുദ്ധരിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും, അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കന്യകയിലൂടെ ഭൂമിയിലേക്ക് ജനിക്കണം. യേശു കന്യകയിലൂടെയാണ് ഭൂമിയിലേക്ക് ജനിച്ചത്. ഗലാത്യലേഖനം 4:4 കാലസമ്പൂർണ്ണമാകുമ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ ജനിച്ചവനായി
ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവരായി ലോകത്തിലേക്ക് നിയോഗിച്ചയച്ചു. സ്ത്രീയിൽ നിന്നാണ് അവൻ ജനിച്ചത്. അതുകൊണ്ടാണ് മത്തായി 1:16 അവളിൽ നിന്ന് യേശു എന്നു പേരുള്ള ക്രിസ്തു ജനിച്ചു. ബാക്കി 41 പേരുടെയും പേര് വിവരം, ജനനം ഒക്കെ രേഖപ്പെടുത്തിയപ്പോൾ വംശാവലിയിൽ ഹെസ്രോൻ മസ്രോനെ ജനിപ്പിച്ചു, മസ്രോൻ എല്യാക്കീമിനെ ജനിപ്പിച്ചു, പുരുഷനിൽ ജനിച്ചു. എന്നാൽ യേശുവിന്റെ കാര്യം വന്നപ്പോ ജനിപ്പിച്ചു എന്ന വാക്കില്ല, ജനിച്ചു എന്നേ ഉള്ളൂ. ഇപ്പി എടുത്തു കളഞ്ഞു. പ്രൈസല്ലോ. അവളിൽ നിന്ന് യേശു എന്നു പേരുള്ള ക്രിസ്തു ജനിച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചു, അല്ലേ? കന്യകയിലൂടെയാണ് ജനിച്ചത്. പക്ഷേ ആളുകൾ യേശുവിനെ അങ്ങനെ മനസ്സിലാക്കിയില്ല. സ്തോത്രം. ഇവൻ യാക്കോബ്, യോസേ, യൂദാ, ശിമയോൻ എന്നിവരുടെ സഹോദരനല്ലയോ? ഇവൻ്റെ സഹോദരിമാരും നമ്മുടെ ഇടയിലില്ലയോ എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. ലൂക്കോസ് 3:23 അവൻ യോസേഫിൻ്റെ മകനെന്ന് ജനം വിചാരിച്ചു പോന്നു. 2 അവൻ ബേത്ലഹേമിൽ ജനിക്കണം. സ്തോത്രം. മീഖ 5:2 നീ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നാലും എൻ്റെ ജനത്തിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടുപണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അവിടെ ഉത്ഭവം എന്ന 2 പദം, ഒന്ന് അവൻ ബേത്ലഹേമിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെങ്കിലും അവന്റെ ഉത്ഭവം അന്നല്ല, അത് പണ്ടുപണ്ടേ ഉള്ളതും പുരാതനമായതുമാണ്. തിരുവെഴുത്ത് പരിശോധിച്ച് നോക്കുക. ബേത്ലഹേമിൽ നിന്നല്ലോ ക്രിസ്തു വരുന്നത്. സ്തോത്രം. എന്താ സംഭവിച്ചത്? മറിയ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ ഇവളുടെ ഉദരത്തിലെ ശിശുവാണ് മശിഹ എന്ന് ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് ചരിത്രത്തെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം ഔഗസ്തോസ് കൈസറിലൂടെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കിടക്കെ ഇരിക്കുന്നു. അവൻ തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിച്ചെടുക്കുകയാണ്. രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ജനസംഖ്യ എടുക്കണം. യോസേഫ്, മറിയുടെ ഭർത്താവായ യോസേഫ്, അവൻ ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനാകിയാലും ദാവീദ് ബേത്ലഹേംകാരനാകിയാലും തന്റെ ഗർഭിണിയായ ഭാര്യയോടുകൂടെ പേർ വഴിയാർത്താൻ നസ്രേത്ത് എന്ന പട്ടണം വിട്ട് ബേത്ലഹേമിലേക്ക് പോയി. അവിടെ ഇരിക്കുമ്പോൾ അവൾ തന്റെ ആദ്യജാതനെ പ്രസവിച്ചു. നസ്രത്തിൽ നിന്ന് ബേത്ലഹേമിൽ വന്നു. തിരുപ്പിറവി അവിടെ നടന്നു. അതിനുശേഷം നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി. നസ്രത്തിലാണ് യേശു വളർന്നത്. അതുകൊണ്ട് യേശു അറിയപ്പെട്ടത് നസ്രായനായ യേശു. 3ാമത്തെ യോഗ്യത, മശിഹയ്ക്കുണ്ടായിരിക്കേണ്ട യോഗ്യത, അവൻ രാജാവായിരിക്കണം. ഹലോ, മശിഹാരായിരിക്കണം, രാജാവായിരിക്കണം. യെശയ്യാപ്രവചനം 32:1. സ്തോത്രം. ഹല്ലേലൂയ. ഒരു രാജാവ് നീതിയോടെ വാഴും, രാജാവായി വാഴണം. യേശു ജനിച്ചത് രാജാവായിട്ടാണ്. വിദ്വാൻമാർ തിരക്കി വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവൻ പിറന്നത് രാജാവായിട്ടാ. ഹലോ, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ആരും രാജാവായി പിറന്നിട്ടില്ല. രാജാവിന്റെ മകനായി ജനിച്ചിട്ടുണ്ട്, ഒരു പ്രത്യേക പ്രായത്തിലൂടെ രാജാവായി തീർന്നിട്ടുണ്ട്. പക്ഷെ യേശു അങ്ങനെയല്ല. അവൻ പിറന്നതേ രാജാവായിട്ടാണ്. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. പക്ഷേ ആളുകൾ യേശുവിനെ അറിഞ്ഞത് എങ്ങനെയാ? ഇവൻ തച്ചനല്ലയോ? മശിഹയ്ക്കുണ്ടായിരിക്കേണ്ടുന്ന 3 യോഗ്യതകൾ അവരവരുടെ ബുദ്ധി വെച്ച് സാഹചര്യ തെളിവ് വെച്ച് പഠിച്ചു നോക്കിയപ്പോൾ, പരിശോധിച്ചപ്പോൾ ഈ യോഗ്യതകളൊന്നും ഇല്ല എന്ന് കരുതിയിട്ട് അവരവനെ തള്ളിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് വീടിൻ്റെ മൂലക്കല്ലായി തീർന്നവൻ ഇവൻ തന്നെ. സ്തോത്രം. യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞു. ശലോമോന്റെ കാലത്ത് ആലയത്തിന്റെ പണി നടക്കുകയാണ്. ആലയം ഒരിടത്ത്, പണി നടക്കുന്ന വേറിടത്ത്. ഇങ്ങനെ വെട്ടുകല്ല് വെട്ടി അതേ സമയത്ത് ഇങ്ങനെ കൊടുത്തുവിടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് നിശ്ചിത അളവിലാണ് വെട്ടിയെടുക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 രാജാക്കന്മാർ 6:7 വായിക്കുന്നു, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്തതായതുകൊണ്ട് ആലയത്തിൽ ഉളിയുടെയും ചുറ്റികയുടെയും ഒച്ച കേൾപ്പാനില്ലായിരുന്നു. മനസ്സിലായോ?
കല്ലിവിടെ വെട്ടിക്കൊണ്ട് വന്നിട്ട് പിന്നല്ല ഇവിടെ വെച്ചല്ല ചെത്തി വെടിപ്പാക്കുന്നത്, അവിടെ വെച്ച് തന്നെ ചെത്തി വെടിപ്പാക്കി കല്ലുകൾ ഇങ്ങോട്ട് കൊടുത്തു വിടുകയായിരുന്നു. അങ്ങനെ കല്ലുകൾ കൊടുത്തു വിട്ടുകൊണ്ടിരുന്നതിനിടയിൽ അവരുടെ കയ്യിൽ ഒരു പ്രത്യേക കല്ല് കിട്ടി. സാധാരണ അളവിൽപ്പെടാത്ത വലിപ്പം കൂടുതലുള്ള മനോഹാരിതയുള്ള ഒരു പ്രത്യേക കല്ല് അവർക്ക് കിട്ടി. സ്വതന്ത്രം അവര് പറഞ്ഞു, ഈ കല്ല് ആലയത്തിന്റെ പണി കഴിയുമ്പോൾ ഏറ്റവും മുകളിലത്തെ ആണിക്കല്ലായിട്ട് വെക്കാം, കാരണം ഇത് മനോഹരമായ ഒരു കല്ലാണ്, ഇത് വെട്ടിപ്പൊട്ടിച്ച് കളയണ്ട എന്ന് പറഞ്ഞ് അതിനെ അവിടെ നിന്ന് സ്വതന്ത്രം അപ്പോഴേ ഇങ്ങോട്ട് കൊടുത്തു വിട്ടു. ആലയം പണി ചെയ്യുന്നവർ പറഞ്ഞു, ശരിയാ, ഇത് പ്രത്യേകതയുള്ളൊരു കല്ല, ഇത് മനോഹാരിതയുള്ളൊരു കല്ലാണ്, ഇതിനെ നമുക്ക് വെട്ടിമുറിക്കണ്ട, ഇതിനെ ആണിക്കല്ലായിട്ട് വയ്ക്കാം, മാറ്റിയിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കല്ല് മാറ്റിയിട്ടു. സ്തോത്രം. വർഷങ്ങൾ കൊണ്ടാണ് ആലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചത്. പണി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ പണ്ട് പണിതുകൊണ്ടിരുന്നവരൊക്കെ പറഞ്ഞു, പണ്ട് കിട്ടിയ ഒരു കല്ലില്ലേ, മനോഹരമായൊരു കല്ല്, ആ കല്ലിഞ്ഞ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പണിക്കാർ ചെന്ന് വെട്ട് നടത്തി ചോദിച്ചു, എവിടെയാണ് ആ കല്ല്? അവർ പറഞ്ഞു, അയ്യോ, അത് അന്നേ കൊടുത്തു വിട്ടായിരുന്നു. ഇവിടെ വന്ന് നോക്കി, ഇവിടെ ആ കല്ലില്ല. അവിടെ ചെന്ന് നോക്കി, അവിടെ ആ കല്ലില്ല. എന്താ സംഭവിച്ചത്? പണി കഴിഞ്ഞിട്ട് ഇതിനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് അവരെ ആ കല്ല് ഒരിടത്തേക്ക് മാറ്റിയിട്ടു. ആ മാറ്റിയിട്ട ഇടത്ത് ചെടികൾ കിളിച്ചു വളർന്നു. സ്തോത്രം. പുല്ലുകൾ അവിടെ കിളിച്ചു വളർന്നു. അങ്ങനെ ആ കല്ല് തള്ളപ്പെട്ടു. സ്തോത്രം. ആളുകൾ അതിനെ വിസ്മരിച്ചു കളഞ്ഞു. ആ ഭാഗം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ പത്രോസൊക്കെ പ്രസംഗിക്കുന്നത്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞിട്ട് വീടിന്റെ മൂലക്കല്ലായി തീർന്നവൻ ഇവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണി എന്ന 3 പദങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന്, പണിതിരിക്കുന്നു. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു കാര്യം, അത് യേശു ക്രിസ്തുവിന്റെ കാലത്ത് സംഭവിച്ചു. സഭയുടെ അടിസ്ഥാന പണി പൂർത്തീകരിച്ചിരിക്കുന്നു. 2, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 22-ാമത്തെ വാക്യം, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, പണിതു വരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. The work is going on. It is not yet completed. ഇതുവരെയും അത് പൂർത്തീകരിച്ചിട്ടില്ല, അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, പണിതു വരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ആ സഭയുടെ കല്ലുകളായി എന്നെയും നിങ്ങളെയും ചേർത്തിരിക്കുന്നു. ഹല്ലേലൂയ. വേറെ വരമുള്ളതുകൊണ്ട് ദൈവകൃപയുടെ ഗ്രഹവിചാരകന്മാരായി അവയെ കൊണ്ട് ശുശ്രൂഷ ചെയ്തു കൊള്ളുവീൻ. ദൈവം ഒരു വരവും നൽകാതെ, ദൈവം ഒരു സ്ഥാനവും നൽകാതെ, ദൈവം ഒരു അനുഭവവും തരാതെ, ദൈവം ഒരു അനുഗ്രഹവും തരാതെ ആരെയും ആലയത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ചിലർക്ക് ദൈവം നൽകിയിരിക്കുന്നത് ഒരു തൂണായിട്ടായിരിക്കാം. മനസ്സിലാകുന്നുണ്ടോ? ജയിക്കുന്നവനെ ഞാൻ ആലയത്തിൻ്റെ തൂണാക്കും. ശലോമോന്റെ ആലയത്തിൽ യാഖീൻ, ബോവസ് എന്ന് പറയുന്ന 2 തൂണുകൾ ഉണ്ടായിരുന്നു. ചിലരെ ദൈവം ആക്കുന്നത് തൂണുകളായിട്ടാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ട യാക്കോബും കേഫാവും യോഹന്നാനും എന്ന് വായിക്കുന്നുണ്ട്. ചിലരെ ദൈവം തൂണുകളാക്കി നിർത്തുകയാണ്. ഇന്ന് പകലിൽ നിന്റെ പൊസിഷൻ ഏതാണെന്ന് തിരിച്ചറിയണം. വേറെ ചിലരെ ദൈവം സ്വതന്ത്രം ജനലുകൾ പോലെ ആക്കുകയാണ്. വേറെ ചിലരെയും കല്ലുകളെ പോലെ ആക്കി വെക്കുകയാണ്. ഒരു പദവിയും തരാതെ, യേശുവിന്റെ നാമത്തിൽ ഒരു പദവിയും തരാതെ, ഒരു സ്ഥാനവും തരാതെ, ഒരു മാനവും തരാതെ, ഒരു അംഗീകാരവും തരാതെ ദൈവം നിന്നെ ആക്കി വെച്ചിട്ടില്ല. ഇന്ന് പകലിൽ ദൈവം എന്നെ ആലയത്തിൽ ചില സ്ഥാനങ്ങൾ ഏൽപ്പിച്ചു നൽകിയിരിക്കുന്നു. അത് വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ, അത് ഏറ്റെടുക്കുന്ന ഭക്തന്മാർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ദൈവം എനിക്ക് നൽകിയ പദവികൾക്ക് ഒരുത്തരെ കൊണ്ട് പണി ചെയ്യിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. സവാനോ, റോളയോ, ജോൺ ഹസ്സോ, ജോൺ വിക്ലീഫോ ഒന്നുമില്ല ഇന്ന്. സ്തോത്രം. ART അതിശയം ഇന്നില്ല, PD ജോൺസൺ ഇന്നില്ല. ആമേൻ, സ്തോത്രം. അങ്ങനെ പലരും ഇന്നില്ല. ഇന്നുള്ളത് ഞാനും നിങ്ങളും ഒക്കെയാണ്. ഇന്നത്തെ സഭയുടെ സ്ഥാനവാഹികളായി, സഭയുടെ കല്ലുകളായി ദൈവം നമ്മളെ ആടാക്കി വെച്ചിരിക്കും. നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ടെന്ന് എങ്ങനെ അറിയാം? നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാം?
ഈ കാലത്ത് സഭയുടെ ഒരു സ്ഥാനവാഹിയായി ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ ദൈവം ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ കൃത്യമായി നിവർത്തിപ്പാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? എത്ര പേരുടെ ഹൃദയം അതിനായി കൊതിക്കുന്നുണ്ട്? കർത്താവേ, ജീവനുള്ള കല്ലായ നിൻ്റെ അടുക്കൽ വന്നു, എനിക്കും ആ ജീവൻ കിട്ടി, എന്നെയും കൂടെ ചേർത്ത് നിവാസമായി നീ പണിതുകൊണ്ടിരിക്കിയാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ മൂന്നാമത്തെ പദം വളരുന്നു. ഹലോ, പണി പൂർത്തീകരിച്ചിട്ടില്ല, പണി ഇന്നും തുടരുകയാണ്. സഭ വളരുകയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പഴയ നിയമകാലത്ത് 4 സഭകൾ ഇവിടെ ഉണ്ടായിരുന്നു. യഹൂദൻ്റെ 4 ആലയങ്ങൾ. അതൊക്കെ പണിതത് മനുഷ്യരാ. സമാഗമന കൂടാരം പണിതത് മോശയ്ക്ക് സഹായിയായി ഒഹൊലിയാവിനെയും ബസലിയേലിനെയും നൽകി മനുഷ്യർ പണിതു. തുടർന്ന് ശലോമോന്റെ ആലയം വന്നു. സ്തോത്രം. ദീർഘവർഷങ്ങൾ കൊണ്ട് ശലോമോൻ പണിത ആലയം പൂർത്തീകരിച്ചു. അത് നെബൂഖദ്നേസറിന്റെ കാലത്ത് തകർത്ത് കളഞ്ഞു. തുടർന്ന് സെരുബാബേലിന്റെ ആലയം പണിതു. സ്തോത്രം. ഹല്ലേലൂയ. അതും പണിതത് മനുഷ്യനാണ്. സ്തോത്രം. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ റോമൻ സൈന്യാധിപനായ പോംബി അതിനെ തകർത്ത് കളഞ്ഞു. 4 യേശുവിൻ്റെ കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന ഒരു ആലയം, ഹെരോദാവിൻ്റെ ആലയം. യോഹന്നാൻ 2:20 വാക്യത്തിൽ ആ ആലയത്തെ കാണിച്ചുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത്, നോക്കൂ ഗുരു, എത്ര നല്ല കല്ല്, എത്ര നല്ല പണി. 46 വർഷം കൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ മനോഹരമായി പണിത കല്ല്. യഹൂദന്മാർ അവനോട് ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു. BC 20 മുതൽ AD 26 വരെയുള്ള 46 വർഷം കൊണ്ട് പണിത ആലയമാണ് യേശുവിൻ്റെ കാലത്ത് ഭൂമിയിലുണ്ടായിരുന്നത്. സമാഗമന കൂടാരം മരുഭൂമിയിലെ ആരാധനയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. പ്രൈസല്ലോ. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ തക്കവണ്ണം അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. സമാഗമന കൂടാരത്തിൻ്റെ ഉദ്ദേശം ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ. പേരെന്താ? സമാഗമനം. ഹലോ, ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നിച്ച് മീറ്റ് ചെയ്യുന്ന, കണ്ടുമുട്ടുന്ന സ്ഥലം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു, മനുഷ്യൻ അവിടേക്ക് ചെല്ലുന്നു, രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുന്ന സ്ഥലമായിരുന്നു സമാഗമന കൂടാരം. സ്തോത്രം. മനസ്സിലായോ? മരുഭൂമിയിലെ ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിച്ച താൽക്കാലിക ആരാധനാലയം. രണ്ടാമത്തത് ശലോമോന്റെ ആലയമാണ്. സ്തോത്രം. അതെവിടെയാണ് പണിതത്? ഇത് യഹോവയായ കർത്താവിൻ്റെ ആലയം. മോറിയ പർവ്വതത്തിൽ, ഒർന്നാൻ്റെ കളം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ മോറിയ പർവ്വതത്തിൽ എന്നെടുത്തു പറഞ്ഞു. എന്തുകൊണ്ട്? സ്തോത്രം. ആ മോറിയ പർവ്വതത്തിലാണ് ഇസഹാക്കിന് പകരമായി കുഞ്ഞാട് ബലിയായി മാറിയത് അബ്രഹാമിൻ്റെ കാലത്ത്. സ്തോത്രം. അപ്പം മോറിയ പർവ്വതത്തിൽ, ഒർന്നാൻ്റെ കലത്തിൽ ശലോമോൻ പണിത കല്ലുകൾ കൊണ്ട് പണിത ആലയം. സ്തോത്രം. സമാഗമന കൂടാരം പലകകൾ കൊണ്ടും തോലുകൾ കൊണ്ടും പണിതു. ശലോമോന്റെ ആലയം കല്ലുകൾ കൊണ്ട് പണിതു. സെരുബാബേലിന്റെ ആലയവും കല്ലുകൾ കൊണ്ടാണ് പണിതത്. ആ പണി തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ദേശവാസികളെല്ലാം കൂടെ തടസ്സവാദങ്ങൾ ഉന്നയിച്ചു. രാജാവിനൊരു കത്തെഴുതി അയച്ചു. ഇവർ പണ്ടേ മത്സരമുള്ളവരാ, ഇവരുടെ പള്ളിയുടെ പണി തീർന്നു കഴിഞ്ഞാൽ ഇവർ ചുങ്കമോ കരമോ തരത്തില്ല എന്ന് പറഞ്ഞ് രാജാവിൻ്റെ മനസ്സിനെ ചൊടിപ്പിക്കുന്ന, ഇളക്കുന്ന കത്ത് അയച്ചു. കത്ത് വായിച്ചിട്ട് രാജാവ് ഇങ്ങനൊരു വിരോധ കൽപ്പന എഴുതി അയച്ചു. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ആലയത്തിൻ്റെ പണി നിർത്തിവെക്കണമെന്ന് നാം കൽപ്പിക്കുന്നു. ഹലോ, ആലയത്തിൻ്റെ പണി, സെരുബാബേലിൻ്റെ ആലയത്തിൻ്റെ പണി തുടങ്ങിയതാ. പക്ഷേ ഇടയ്ക്ക് സ്റ്റേ ഓർഡർ വന്നു. ഹർജി കൊടുത്തു, കൂട്ടഹർജി, മാസ് പെറ്റീഷൻ, സ്റ്റേ ഓർഡർ. ആലയത്തിൻ്റെ പണി ഏതാണ്ട് 10 വർഷത്തോളം മുടങ്ങിക്കിടന്നു. പണിത് അവിടെ കാട് പിടിച്ചു. ലേവ്യർക്ക് ഉപജീവനം കിട്ടായികയാൽ അവർ വയലിലേക്ക് പോയി. സ്തോത്രം. പണി തുടങ്ങിയ സെരുബാബേൽ എല്ലാ ദിവസവും തൂക്കുകെട്ട് ഉയർത്തിപ്പിടിച്ച് ദൈവസന്നി സ്തോത്രം ചെയ്യുമായിരുന്നു. പ്രൈസല്ലോ. കർത്താവേ, ആമേൻ. എതിരാളികൾ ഒത്തിരി ഉള്ളതുകൊണ്ട്, ദേശവാസികൾ പോലും എതിരായി നിൽക്കുന്നതുകൊണ്ട്, പട്ടാളം എതിരായി നിൽക്കുന്നതുകൊണ്ട്, രാജാവ് എതിരായി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പണിയാൻ പറ്റുന്നില്ല. എങ്കിലും ഒരാഗ്രഹം എൻ്റെ അകത്തുണ്ട്.
ഒരാഗ്രഹം എൻ്റെ അകത്തുണ്ട്. എല്ലാ ദിവസവും അവൻ തൂക്കുകെട്ട് ഉയർത്തിപ്പിടിച്ച് അവൻ സ്തോത്രം പറയും. ദൈവം ഒരിക്കൽ അവനോട് പറഞ്ഞു, നിൻ്റെ കയ്യിലെ തൂക്കുകെട്ട് കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. നിൻ്റെ കയ്യിലെ തൂക്കുകെട്ട് കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ ജയമുള്ളത്. കുഞ്ഞെ, ഈ സ്റ്റേ ഓർഡറും മാസ് പെറ്റീഷനും ദേശവാസികളുടെ എതിരുമൊക്കെ നിനക്കൊരു വലിയ കുന്നുപോലെ തോന്നുന്നുവോ? ദൈവം പറഞ്ഞ അടുത്ത ഭാഗം, നീ ഇങ്ങോട്ടൊന്ന് മാറി നിൽക്ക്, കൃപ 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 എന്ന് പറഞ്ഞ് ആണിക്കല്ല് കയറ്റാൻ പറഞ്ഞു. ദൈവകൃപയിൽ അവനും വളരെ ഉയർന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇനിയൊന്ന് നോക്ക്, ഇനിയൊന്ന് നോക്ക്, ആ പർവ്വതം സമഭൂമിയായി തീരുന്നില്ലേ? ദൈവകൃപയിൽ ഉയർന്നു വന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് ഏതുമില്ലാത്തതായി തോന്നും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ആലയം ശൂന്യമായി കിടക്കുകയാണ്. ലേവ്യരെല്ലാവരും വേലയിട്ടിട്ട് പോയി. സ്തോത്രം. അങ്ങനെ ഹൃദയം നൊന്ത് സെരുബ്ബാബേൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ, ഹലോ സ്തോത്രം, ആമേൻ, ദൈവം 2 പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. അതാണ് വേദപുസ്തകത്തിലെ ഹഗ്ഗായി, സെക്കരിയാവ് എന്നീ പ്രവാചകന്മാർ. സ്തോത്രം, മനസ്സിലായോ? സ്തോത്രം. ചില വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കണമേ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നു. ഹലോ, ഈ സ്റ്റേ ഓർഡറൊക്കെ വന്നപ്പോൾ വർഷങ്ങളോളം പള്ളിയുടെ പണി മുടങ്ങിക്കിടക്കുക. സ്തോത്രം. ആരോടെങ്കിലും ചോദിക്കുകയാണ്, സെരുബ്ബാബേൽ വന്നിട്ട് ചോദിക്കുകയാണ്, നമുക്ക് ആലയം പണിയണ്ടേ, നമുക്ക് ആലയം പണിയണ്ടേ? അവർ പറഞ്ഞു, അതിനുള്ള സമയമായിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ല. 3-ാം വാക്യം, ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കും, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? പ്രൈസ് ദി ലോർഡ്. ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ദാവീദിൻ്റെ ഒരു ദർശനം ഞാനിവിടെ എടുത്തുദ്ധരിച്ചോട്ടെ. ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞത്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ വസിക്കുന്നു, എൻ്റെ ദൈവത്തിൻ്റെ പെട്ടകമോ തിരശീലയ്ക്ക് കീഴേ ഇരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. ഹഗ്ഗായി പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായി. 8-ാം വാക്യം, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ, ഞാൻ അതിൽ പ്രസാദിച്ചു മഹത്വപ്പെടുമെന്ന്. ആമേൻ. ഹഗ്ഗായി പ്രവാചകന്റെ ദൂത്, നിങ്ങൾ മലയിൽ പോയി മരം വെട്ടിക്കൊണ്ടുവന്ന് ആലയം പണിവീൻ, ഞാൻ അതിൽ പ്രസാദിച്ച്. സ്തോത്രം. ആ 4 ആലയങ്ങൾ, ഹലോ, സമാഗമന കൂടാരം, 2 സ്തോത്രം ശലോമോന്റെ ആലയം, 3 സെരുബ്ബാബേലിന്റെ ആലയം, 4 ഹെരോദാവിന്റെ ആലയം, അതൊക്കെ നിശ്ചിത കാലം കൊണ്ട് പണിതു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് 7 വർഷം കൊണ്ട് പണിതു, മറ്റൊന്ന് 16 വർഷം കൊണ്ട് പണിതു, വേറൊന്ന് 46 വർഷം കൊണ്ട് പണിതു. ഒരു കാലഘട്ടം കൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ചു, പ്രതിഷ്ഠാ ശുശ്രൂഷ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പിന്നെ അതിലൂടെ പണിയുടെ ആവശ്യമില്ല, പിന്നെ അതിന് വളർച്ചയില്ല. എന്നാൽ ഇന്ന് മനുഷ്യർ കൊണ്ടല്ല, വേറൊരു പണി ചെയ്യുന്നുണ്ട്. 1 തിമോഥെയോസ് 3:15, താമസിച്ചു പോയാലോ ആമേൻ, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാമാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. യഹൂദന്റെ ആലയത്തിന്റെ പണിയെല്ലാം ഒരു കാലഘട്ടം കൊണ്ട് പൂർത്തീകരിച്ചു. പണി പൂർത്തീകരിച്ചാൽ പിന്നീട് അതിന് ബാക്കി പണിയില്ല. എന്നാൽ ഇന്നൊരു പണി പൂർത്തീകരിച്ചിട്ടില്ല, ദൈവസഭയുടെ പണി പൂർത്തീകരിച്ചിട്ടില്ല, അതിന്നും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദൈവസഭ ഇന്നും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിളിക്കേണ്ട നമ്പർ 7736112475 8086991167.